എനിക്ക് വല്ലപ്പോഴുമൊക്കെ ഈ ഹാർട്ട് ഷേപ്പ് കേക്കിൻ്റെ ഓർഡർ കിട്ടാറുള്ളൂ. അപ്പോൾ ഈ ഓർഡർ വരാത്ത ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇന്ന ഡിസൈൻ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അല്ലെ ഇനി ഒരു ഹാർട്ട് ഷേപ്പ് കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാറുണ്ട്. നമുക്ക് ഈ ഓർഡർ കിട്ടുന്ന ടൈമിൽ ഈ വിചാരങ്ങളൊന്നും നമ്മുടെ മനസ്സിലോട്ട് വരാറേയില്ല. അപ്പോൾ എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് അക്ഷയായിരുന്നു കേട്ടോ. 1 kg റെഡ് വെൽവെറ്റ് കേക്ക് ഹാർട്ട് ഷേപ്പ് ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ കിട്ടിയ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് ഡിസൈൻ ചെയ്യാനെടുത്തപ്പോൾ എൻ്റെ മനസ്സിലോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം എന്താ ഇങ്ങനൊരു ഡിസൈനായിരുന്നു കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടാണ് കേക്ക് ഡിസൈൻ ചെയ്തത് എങ്കിലും ഫൈനൽ ലുക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ഹമീദയായിരുന്നു കേട്ടോ. ആൾ കോന്നിയിലാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊപ്പം ഒരു കേക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് 1.5 കിലോ വാനില കേക്കായിരുന്നു കേട്ടോ. ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ഗോപികയായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. ഈ ഒരു മോഡൽ ഞാൻ മിക്ക കേക്കിലും ചെയ്ത് കൊടുക്കുന്ന ഒരു മോഡലാട്ടോ. ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും അതിൽ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. റോസറ്റ നോസിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനും കൂടെ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.